സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉബൈദ് എന്ന് പറയുന്ന യൂട്യൂബർ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് അയാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം കിട്ടും, അങ്ങനെയൊക്കെയാണ്. അതായത് പാവങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഉബൈദ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൈജിയുമായിട്ട് ചേർന്ന് ഒരുപാട് പേരുടെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം, പക്ഷെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഒരു പ്രചോദനമായിരിക്കണം. അതായത് ഇപ്പോൾ ഒരാൾ അധ്വാനിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതിൽ നിന്നും ഒരു പ്രചോദനം ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ആ ഒരു വഴിയിലേക്കാണ് നമ്മൾ നയിക്കേണ്ടത്. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അങ്ങ് കിട്ടാനുണ്ടെങ്കിൽ ആ കിട്ടുന്ന വെച്ച് ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ്. ഞാൻ അതുപോലെയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നിയ കാര്യമാണ്. അതിൻ്റെ അകത്തുള്ള ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുക്കണം തോന്നിയത്. ഏതായാലും വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വാ. പാവം ചെക്കനാണ്, അവന് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നുണ്ട്. എന്താ പേര്? ആസിഫ്. എന്തിനാ ലോട്ടറി? അച്ഛൻ ആക്സിഡന്റ് കിടപ്പില്ല, പിന്നെ ഉമ്മാക്ക് വീട്ടു ജോലി, ഉമ്മാക്ക് ഡിസ്ക് കംപ്ലൈന്റ് ആയതാ. എനിക്ക് 13. സ്കൂളിൽ പോണില്ലേ? സ്കൂളിൽ പോകാൻ പറ്റൂല, സാഹചര്യം. എത്ര ലോട്ടറി ഉണ്ട് നിന്റെ കയ്യില്? കൗണ്ട് ചെയ്യണം. 19, 20, 21. 21. എന്റെ കയ്യിൽ നിന്നേ ഞാൻ 10 ലോട്ടറി എടുക്കാം. പക്ഷെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നിന്നെ പോലത്തെ ഒരു അനിയൻ എനിക്കുണ്ട്, നീ എന്റെ കൂടെ വരണം. അവന്റെ അളവിന് വേണ്ടിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ടാണ്. ഡ്രസ്സ് എടുത്തിട്ട് നീ പൊക്കോ, നിന്റെ കയ്യിൽ 10 ലോട്ടറി വാങ്ങിച്ചോളാം. ഓക്കെ ആണോ? വരാൻ പറ്റുമോ? ഫുഡ് കഴിച്ചോ നീ? ഇല്ല. ആദ്യം ഫുഡ് കഴിക്കാം അല്ലേ? ഡെയിലി 100 ലോട്ടറി. 100 ലോട്ടറിക്ക് ബാലൻസ് ഇതുപോലെ. എത്ര? 100 മിനിറ്റ് എത്ര? 100 രൂപ. 100 മിനിറ്റ് 100 രൂപ. ഒരു ലോട്ടറി 1 രൂപ. ഒറ്റ ചോദ്യം, ഞാൻ ഡെയിലി 100 രൂപ അല്ലേ നീ കച്ചവടം ചെയ്യുന്നത്? 200 രൂപ വെച്ച് ഡെയിലി എന്താ സ്കൂളിൽ പോകും? അല്ല, അങ്ങനെ ഇത്ര അധ്വാനിക്കാത്ത പൈസ നിലനിൽക്കൂലെന്ന് പറയണേ. ജോലി കഴിഞ്ഞിട്ട് തിരിച്ചോ? ഇല്ല, നമ്മ പണിയെത്തി ഉണ്ടാക്കണത് നിലനിൽക്കുള്ളൂ. 4 മണിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. 2 ജോഡി ഡ്രസ്സ് എടുത്തുകൊണ്ടോ. അവൻക്കാന്ന് അവനക്കറിയില്ല. എവിടെ അവനോടാ? ആശിഫേ, ഇതിട്ട് നോക്കുക. ഇട്ട് നോക്കിയാ മതി. അവൻ കണ്ടിട്ടല്ലേ? ആർക്ക്? ബ്രദറല്ലേ? ഭാഗ്യവാനാന്ന് മനസ്സിലായി. ബ്രദറല്ലോ. ആ പയ്യനോട് ചോദിക്കുകയാണ്, അതായത് നിനക്ക് ഞാൻ ഡെയിലി 200 രൂപ വെച്ച് വരാം, നീ സ്കൂളിൽ പോകുക എന്ന് ചോദിച്ചപ്പോൾ അവൻ അപ്പോൾ തന്നെ പറഞ്ഞില്ലേ, അങ്ങനെ ഞാൻ പോകത്തില്ല. കാരണം വെച്ചാൽ അധ്വാനിക്കാത്ത പൈസ ഒന്നും എനിക്ക് വേണ്ടാന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോഴും ഉബൈദ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്നെ ഞാൻ സഹായിക്കുകയാണ്, നീ അത് ജോലി കിട്ടിയിട്ട് തിരിച്ചു തന്നോ, ജോലി കിട്ടിയിട്ട് തിരിച്ചു തന്നു കഴിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടും ആ പയ്യൻ അത് സമ്മതിക്കുന്നില്ല. നമുക്കെല്ലാം കാണുമ്പോഴെന്ന് പറഞ്ഞാൽ വലിയ വിഷമം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 13 വയസ്സുള്ള ഒരു പയ്യൻ ലോട്ടറി വിൽക്കുന്നു. ലോട്ടറി വിറ്റതിന് ശേഷം അവൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വലിയൊരു കള്ളത്തരമാണോ എന്ന് എനിക്കറിയില്ല. അതായത് 100 ലോട്ടറി വിറ്റ് കഴിഞ്ഞാൽ 100 രൂപയെ കിട്ടത്തുള്ളൂ എന്നുള്ളൊരു വലിയ കള്ളത്തരം. അത് അത്രയല്ല കിട്ടുന്നത്. അതായത് ഒരു ലോട്ടറി വിറ്റ 1 രൂപയല്ല കമ്മീഷൻ കിട്ടുന്നത്. ഇനി ഏത് ലോട്ടറി കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു 3 രൂപ 4 രൂപ കമ്മീഷൻ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരിക്കലും 1 രൂപ കമ്മീഷനിൽ ആരും ജോലി ചെയ്യുന്നില്ല ഇവിടെ. അത് വളരെ മോശമായ ഒരു ഇതാണ്, ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ 1 രൂപ മാത്രമാണ് ഈ 100 ലോട്ടറി വിറ്റ്, അല്ലെങ്കിൽ ഒരിക്കലും അല്ല. ഒരു 100 ലോട്ടറി വിറ്റ് ഒരു 100-300 രൂപ കിട്ടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അവൻ പറയുന്ന പോലെ ഒരുപാട് ലോട്ടറി ബാക്കി വരും. ആ ബാക്കി വന്ന ലോട്ടറി ചിലപ്പോഴും ചില ഏജന്റുമാർ തിരിച്ചെടുക്കും, ചില ആൾക്കാർ തിരിച്ചെടുക്കൂല. അതൊരു വലിയ ബാധ്യത തന്നെയാണ്. പക്ഷേ ഈ പയ്യനൊന്നും അങ്ങനെ ബാക്കി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എടുക്കാറുണ്ട്. ഏതായാലും അതിൽ വന്ന ഒരു കമൻ്റാണ് എനിക്ക് ഒരു വീഡിയോ, ഞാൻ പറഞ്ഞില്ല, ആ കമൻറ്റ് ഞാൻ ഒന്ന് വായിക്കേ. ഫൈസ് എന്ന് പറയുന്ന ഒരാളാണിത്. ഞാൻ പോകുന്ന വഴിയിൽ എപ്പോഴും ഇവനെ കാണും, അപ്പോൾ ഒന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ ഒരു യൂട്യൂബർ അവൻ്റെ വീഡിയോ ചെയ്തു, അതോടെ അവനെ ആളുകൾ അറിയാൻ തുടങ്ങി. പിന്നെ ഇവന് ഒരു ഷർട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വീഡിയോ ചെയ്തു. അത് കണ്ടപ്പോൾ ഞാൻ 2 ഷർട്ട് മുഹറം 10-ന് ഞാൻ മേടിച്ച് കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ അതിന് ശേഷം അവനെ ഇതുവരെ ആ ഒരു കൊടുത്ത ഷർട്ട് കണ്ടിട്ടില്ല. എപ്പോഴും ഈ ഒരു ഷർട്ട് തന്നെയാണ് അവൻ ഇടുന്നത്. ഇനി ഇവൻ നിങ്ങൾ ഈ കൊടുത്ത ഷർട്ട് ഇടുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനി അവനെ ഡെയിലി വാച്ച് ചെയ്യും. ഞാൻ കൊടുത്ത ഷർട്ട് ഇട്ട് കാണാൻ പല പ്രാവശ്യം കണ്ടപ്പോഴും അവൻ ഇട്ട് കണ്ടിട്ടില്ല. എപ്പോൾ കണ്ടാലും അവൻ നിങ്ങളുടെ വീഡിയോയിൽ തുടക്കത്തിലെ ഷർട്ട് തന്നെയാണ് ഇടുന്നത്. അതിന് ഒരാൾ മറുപടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി വായിക്കാം.
നിങ്ങൾ വാങ്ങിക്കൊടുത്ത ഷർട്ട് എടുത്തു വച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. റോഡ് സൈഡിൽ വണ്ടിയുടെ പുകയും പൊടിമണ്ണും ഒക്കെ പറ്റുന്നതല്ലേ, അതുകൊണ്ട് പണി ഡ്രസ്സ് ആയി ഈ ഷർട്ട് തന്നെ ഇട്ടതായിരിക്കും. 100% കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ കമന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലോട്ടറി വിറ്റാൽ 1 രൂപ കമ്മീഷൻ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. 7 രൂപയുണ്ട് ഒരു ലോട്ടറി വിറ്റാൽ എന്ന് ഒരാൾ പറയുന്നത്, രതീഷ് KP എന്ന് പറയുന്ന ഒരാൾ പറയുന്നതാണ്. പിന്നെ അവന് 13 വയസ്സല്ല, അതിന് മുകളിലുണ്ട്. ഒരു കടയിൽ സ്റ്റാഫ് ആയിട്ട് നിന്നാൽ ഈ കാലത്ത് മിനിമം 600 രൂപ എങ്കിലും കിട്ടും. അവൻ സഹായത്തിന് അർഹമായ ആളാണ്, അവനെ ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് അവന് ലോട്ടറി വിൽക്കാൻ നൽകുന്നയാൾ അവന് അർഹമായ പ്രതിഫലം നൽകുന്നില്ല എന്നാണ്. കണ്ടുമുട്ടിയാൽ നല്ല രീതിയിൽ സഹായിക്കാം. ആ ഷർട്ട് ചിലപ്പോൾ ആ കുട്ടിയുടെ ഫ്രണ്ടിനോ ബ്രദറിനോ കൊടുത്ത് കാണും, 5-6 രൂപ കിട്ടും. അങ്ങനെ എല്ലാവരും പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോട്ടറി വിറ്റായുള്ള കണക്ക് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതായത് ആ ഒരു പയ്യന് 13 വയസ്സല്ല, അതിൽ കൂടുതൽ പ്രായമുണ്ട് എന്ന് പറയുന്നത്. അവൻ ഏതായാലും ഇതിന് അർഹം തന്നെയാണ്. അവൻ്റെ ബാപ്പ കിടപ്പിൽ തന്നെയാണ്, അവൻ്റെ ഉമ്മയ്ക്ക് ഡിസ്കിന് കംപ്ലൈൻറ്റ് തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകണം. നാളെ ഈ പയ്യൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, പഠിക്കാതെ ഞാനും ഈ പണിക്ക് പോകാം എന്നല്ല കരുതേണ്ടത്. നമ്മൾ അവിടെ വിജയിക്കണമെങ്കിൽ പലരും, അതായത് പല കുട്ടികളെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ടിനി ടോം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ടോളില എവിടെ എടപ്പള്ളിയിൽ എവിടെ ഒരു പയ്യനെ കാണിച്ചത്, ഈ പയ്യനാണോ അല്ലല്ലോ എനിക്കറിയില്ല, ഒരു പയ്യനെ കാണിച്ചിരുന്നു, അവനും ഇതുപോലെ ലോട്ടറി വിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലും പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് പോയപ്പോൾ ഒരു പയ്യൻ പച്ചക്കറി വിൽക്കുന്നു, ആ പയ്യൻ 4 മണിക്ക് ശേഷമാണ് അവിടെ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു 14 വയസ്സുള്ള ഒരു പയ്യന് എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടുമായിരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ അവനെന്ന് പറഞ്ഞാൽ 3-4 മണിക്കൂർ കൊണ്ട് തന്നെ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 രൂപ 400 രൂപയൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 3-4 മണിക്കൂറേ പണിയുണ്ടാവുള്ളൂ, രാത്രി മാത്രം. എന്താണെന്ന് വെച്ചാൽ 6 മണിയോടുകൂടി ലേഡീസൊക്കെ പോകുന്ന ചില സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അവിടെയൊക്കെ സഹായത്തിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ 200 രൂപ കിട്ടും? പിന്നെ ഇവനിങ്ങനെ ലോട്ടറി വിറ്റിട്ട് അതിൻ്റെ അകത്ത് പിന്നെ 1 രൂപയും കമ്മീഷൻ വാങ്ങിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവൻ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ ചിലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ആർക്കും കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഇടാത്തതായിരിക്കാം. പിന്നെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതൊരു കൃഷിയാക്കി എടുക്കുന്ന ആൾക്കാരുണ്ട്, ഉള്ളത് പറയാലോ. എല്ലാം നമ്മൾ പറയാൻ പാടില്ലല്ലോ. ഇത് കൃഷിയായിട്ടും എന്തെങ്കിലും ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോരട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവർക്ക് 5 പൈസേൻ്റെ ആവശ്യമില്ലെങ്കിൽ അവരങ്ങനെ ചെയ്യും. ഈ പയ്യൻ അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത് കേട്ടോ. ഇനി ആരും പൊങ്കാലിടാൻ വേണ്ട, കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അതായത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്നോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ പോകുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അത് എൻ്റെ മക്കളായാലും നിങ്ങളെ മക്കളായാലും മറ്റുള്ളവൻ്റെ മക്കളായാലും അവന് സ്കൂളിൽ പോകേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അതുകൊണ്ട് അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും അവൻ പറയുന്ന പോലെ ഞാൻ ഇപ്പോഴേ ഇത് ചെയ്തോളാം, ഇനി ഇതോടുകൂടി ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ആ ഒരു പയ്യൻ്റെ പ്രവൃത്തിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ബാക്കി എല്ലാ കാര്യത്തിലും അവൻ എല്ലാ കാര്യത്തിലും അർഹനാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. നന്ദി, നമസ്കാരം.